سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൂടി വിട പറഞ്ഞു. 1447 കഴിഞ്ഞ് അടുത്ത 48-ലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ മുഹറം മാസങ്ങളിലെല്ലാം അടുത്ത മാസങ്ങളിലും നമ്മോടൊപ്പം ജീവിച്ച ഒരുപാട് ആരോഗ്യം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സ്നേഹിതന്മാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിട പറഞ്ഞു പോയി. അവരെല്ലാവരും ബർസഖിയായ ലോകത്ത് ഉള്ള ജീവിതത്തിലാണ്. അടുത്ത വർഷം മുഹറം വരുമ്പോൾ നമ്മിൽ നിന്നും ആരൊക്കെ ഇതുപോലെ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല. ആയതിനാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന നാം എല്ലാവരും നമ്മുടെ അടുത്ത ലോകത്തെ ജീവിതത്തിനുള്ള സമ്പാദ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏതെല്ലാം വിധേനയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലെല്ലാം നാം വ്യാപൃതരാവുകയും വേണം. അള്ളാഹു അതിനുള്ള കഴിവും തൗഫീഖും ആരോഗ്യവും നമുക്കൊക്കെ നൽകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഇസ്തിഖാമത്തും നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. മുഹറം എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പവിത്രതയുള്ളത്, ആദരണീയമായത്, മഹത്വമുള്ളത് എന്നൊക്കെയാണ്. ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹരിൻ ഹറാം വഖതമഹ ബിശഹരിൻ ഹറാം. അള്ളാഹു വർഷത്തെ തുടങ്ങുന്നതും ഒരു വർഷത്തെ അവസാനിപ്പിക്കുന്നതും ഹുറുമത്തുള്ള പവിത്ര മാസം കൊണ്ടാണ്. ദുൽ ഹജ്ജയും അതെ, മുഹറവും അതെ.
ദുൽഹിജ്ജയാണ് 12-ാമത്തേത്, മുഹറമാണ് 1-ാമത്തേത്. ഇസ്ലാമിക കലണ്ടറിൻ്റെ തീരുമാനവുമായി ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുമ്പോൾ ഏത് ദിവസമാണ് ഇസ്ലാമിക കലണ്ടറായി പരിഗണിക്കേണ്ടത്, ഏത് മാസമാണ് പരിഗണിക്കേണ്ടത്, ഏത് തീയതിയാണ് പരിഗണിക്കേണ്ടത് എന്ന ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ, അതായത് മക്കയിൽ നിന്നും മദീനയിലേക്ക് വിശ്വാസ സംരക്ഷണാർത്ഥം, സമ്പത്തിൻ്റെ സംരക്ഷണാർത്ഥമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണാർത്ഥമോ മറ്റു ഏതെങ്കിലും ഭൗതിക താൽപ്പര്യത്തിനോ വേണ്ടിയല്ലാതെ വിശ്വാസ സംരക്ഷണാർത്ഥം തൻ്റെ ജനിച്ചു വളർന്ന നാടും പരിസരവും നാട്ടുകാരെയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് പോയ ഒരു യാത്രയാണ് ഹിജറ എന്നറിയപ്പെടുന്നത്. അതിനെ അവലംബമാക്കിക്കൊണ്ടാണ് നമുക്കൊരു മാസം, വർഷം, തീയതിയൊക്കെ തീരുമാനിക്കേണ്ടതെന്ന തീരുമാനത്തിലെത്തി. അന്നു മുതലാണ് ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ ഒരു ഹിജറ വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു തീയതി തീരുമാനിക്കുന്നത്. ഹിജറ എന്ന് കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു യാത്ര എന്നതല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാത്രയാണ് എല്ലാ ഹിജറകളും ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹിജറ പോയത് വിശുദ്ധ ഖുർആനിൻ്റെ അസ്സാഫാത്ത് അധ്യായത്തിൽ കാണാം. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്, ഹിജറ പോവുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് നേർവഴി കാട്ടിത്തരും, വഴി തെളിച്ചു തരും. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് അനുസരിച്ച് ജീവിക്കുന്നതിനും അതിലേക്ക് ജനങ്ങളെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ക്ഷണിക്കുന്നതിനും നിലവിലുള്ള എൻ്റെ നാട്ടിൽ അവസരം ഇല്ലാതെ വന്നപ്പോൾ, അതിൻ്റെ പരിധിയും പരിമിതിയും ഒക്കെ കഴിഞ്ഞപ്പോൾ, തിരിച്ച് നാട്ടുകാരിൽ നിന്ന് ക്രൂരമർദ്ദനങ്ങളും പീഡനങ്ങളും ആ വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള തീരുമാനമെടുത്ത് അവരത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇബ്രാഹിം നബിയാണെങ്കിലും പിന്നീടുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ നല്ല മനുഷ്യരും ഹിജറ പോകേണ്ടി വന്നത്. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗത്തും കാണാം. ഇതുപോലെ മൂസാ നബിയുടെയും കാണാം, നമ്മുടെ നബിയുടെയും കാണാം, മറ്റു നബിമാരുടെയും കാണാം. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബുദൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഹിജറ പോകുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുമാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹം സ്വന്തം പിതാവിനോട് പറഞ്ഞു, സ്വന്തം സ്നേഹിതന്മാരോടും ജനതയോടും പറഞ്ഞു, മാ തഅബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുന്നത്, നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നത്. അവരതിന് കൊടുത്ത മറുപടി നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹാ ആകിഫീൻ എന്ന, ഞങ്ങൾ പ്രതിമകളുടെ മുമ്പിൽ എഴുത്തിക്കാഫിരുന്ന് അവിടെ ഭജനമിരുന്ന് അവരോട് ഞങ്ങളുടെ വിഷമങ്ങൾ പറയുന്നു. ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഉൻ. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഈ ആവലാതിയും വിഷമവും നിങ്ങളുടെ ഈ ദുആയും അവർ കേൾക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് അവർ ചെയ്യുന്നുണ്ടോ? അവരതിന് കൊടുത്ത മറുപടി വജദന ആബാഅന കദാലിക യഫഅലൂൻ.
ഞങ്ങൾക്കിതിന് മറുപടി ഒന്നും പറയാനില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു, ഞങ്ങൾ ആ വഴി തുടരുന്നു. ഇതാണ് അവർ കൊടുത്ത മറുപടി. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ദഅവത്ത് തുടർന്നുകൊണ്ടിരിക്കെയാണ് അവർ പല വിധത്തിലുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അദ്ദേഹത്തെ തന്നെ കൊന്നുകളയാൻ, തീയിലിട്ടൊക്കെ നശിപ്പിക്കാനൊക്കെ തീരുമാനിച്ച അവസരത്തിലാണ് അദ്ദേഹം ഞാൻ റബ്ബിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഹിജറ പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിജറ ഈ കലിമയുടെ പ്രചരണത്തിനും അതിൻ്റെ സ്ഥാപനത്തിനും വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നബിയുടെയും മൂസാ നബിയുടെയും ഒക്കെ ഹിജറ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിശുദ്ധ വചനം ഉച്ചരിക്കുന്നതിന് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവസാനം അദ്ദേഹത്തെ ഇതുപോലെ തന്നെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമുണ്ട്. തൻ്റെ സ്വന്തം ആളുകൾ തന്നെയാണ്, തൻ്റെ നാട്ടുകാരും തൻ്റെ രക്തമുള്ള ആളുകൾ തന്നെ തനിക്കെതിരെയുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അത് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ വരുന്നത്, തങ്ങളെ പോയിക്കൊള്ളുക. ആ സംഭവം വിശുദ്ധ ഖുർആനിൽ തൗബ അധ്യായത്തിൽ കാണാം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇത് അഖ്റജഹുല്ലദീന കഫറു സാനിയത്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ തുടങ്ങി വചനങ്ങൾ. നിങ്ങൾ അദ്ദേഹത്തെ മുസ്ലിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു മുമ്പ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ മദീനക്കാരോട് പറയുന്നതാ, ഇത് അഖ്റജഹുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്നും പുറത്താക്കിയ അവസരത്തിൽ അദ്ദേഹത്തെ അന്ന് സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചു. സാനിയത്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും മാത്രമായിരുന്നു ഒരു ഒളിത്താവളത്തിൽ ഒളിഞ്ഞിരുന്നത്. ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, തൻ്റെ ഉത്തമ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകനും ഗാർ സൗറിൽ ശത്രുക്കളെ മറഞ്ഞിരുന്ന് അവർ പോയി കഴിയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ചു താമസിച്ച ആ പ്രദേശത്തും അവർ അന്വേഷിച്ചെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, പ്രവാചകരെ, ലൗ അന്ന അഹദഹും നളറ മൗളിയ ഖദമൈഹി, അവരാരെങ്കിലും അവരുടെ സ്വന്തം കാൽപാദത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ലറആന, നമ്മളെ കാണും, നമ്മുടെ കഥ അവർ കഴിക്കും. ഈ വാക്കിന് മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് അബൂബക്കറിനോട് പറഞ്ഞു, വിഷമമൊന്നും വിചാരിക്കണ്ട, നമ്മളെ അവർ പിടികൂടുകയില്ല, നമുക്കൊരു പ്രയാസവും നേരിടേണ്ടി വരികയില്ല. കാരണം നാം ഏതെങ്കിലും ഒരു ഭൗതിക ലക്ഷ്യത്തിനോ താല്പര്യത്തിനോ വേണ്ടിയല്ല നമ്മുടെ നാട് ഉപേക്ഷിക്കേണ്ടി വന്നത്. നമ്മുടെ നാട്ടിൽ നാം പറഞ്ഞത് ആർക്കും ഒരു പ്രയാസവും വിഷമവും ഉണ്ടാകേണ്ട കാര്യമല്ല. അവരോട് നാം പറഞ്ഞത് ആകാശഭൂമികളെ സൃഷ്ടിച്ച രക്ഷിതാവിനോട് മാത്രം നിങ്ങളുടെ ആരാധനകൾ അർപ്പിക്കൂ എന്ന് ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹു നമ്മെ സഹായിക്കാൻ തീർച്ചയായും കൂടെയുണ്ടാകും, ഒരു വിഷമവും നീ വിചാരിക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, ഈ വിഷയം, അതായത് ഈ പരിശുദ്ധ കലിമത്തു തൗഹീദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ നല്ല മനുഷ്യരും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നത്. ഇതെത്ര കണ്ട് പറഞ്ഞാലും പിന്നെയും കുറെ നാളുകൾ കഴിയുമ്പോൾ പ്രവാചകന്മാരോടൊപ്പം ജീവിച്ചവർ തന്നെ, മൂസാ നബിയുടെ കൂടെ ജീവിച്ചവരാണെങ്കിലും നമ്മുടെ പ്രവാചകന്റെ കൂടെ ജീവിച്ചവരാണെങ്കിലും, ഒരു വേള അവരൊക്കെ മറിച്ചൊന്ന്
മാറിപ്പോകുന്ന ചിന്തിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പരിശുദ്ധ കലിമ പറഞ്ഞവരാണ്. ഇനി നമ്മിൽ നിന്നും അത് മാറിപ്പോവുകയില്ല, നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പായ ഗ്യാരണ്ടിയോടുകൂടി ഇരിക്കാൻ നമുക്കാർക്കും നിർവാഹമില്ല. പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബികളിൽ നിന്നും ഇതേപോലെ തന്നെ മാറിപ്പോയ സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. ഹിജ്റ വർഷം 8, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കലിമത്തിൻ്റെ വേണ്ടി നാട്ടിൽ നിന്നും പുറത്താകേണ്ടി വന്ന് മദീനയിൽ ചെന്ന് 8-ാം വർഷം നടന്ന ഒരു പോരാട്ടമാണ് മക്കയുടെ അപ്പുറയുള്ള 19 കിലോമീറ്റർ ദൂരത്തുള്ള ഹുനൈൻ എന്ന സ്ഥലത്തുള്ള താഴ്വര, തായിഫിനടുത്ത്. ആ ഹുനൈൻ യുദ്ധത്തിനു വേണ്ടി മദീനയിൽ നിന്നും അവർ പോകുമ്പോൾ അബൂ വാഖിദുൽ ലൈസി എന്ന സ്വഹാബി പറയുന്നു, ഞങ്ങൾ ഇലന്ത മരത്തിനരികിലൂടെ നടന്നുപോയി. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ മക്കയിൽ ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന ഞങ്ങളുടെ പ്രദേശക്കാർ, ഞങ്ങളുടെ നാട്ടുകാർ ഒരു ഇലന്ത മരത്തിൽ വാള് തൂക്കി ബറക്കത്തെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു വലിയ വേറൊരു ഇലന്ത മരം കണ്ടപ്പോൾ ഞങ്ങളും പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്കും ഇതേപോലെയുള്ള വാള് തൂക്കി ബറക്കത്തെടുക്കുന്ന ഒരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചതാണ്. ആരാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? സ്വഹാബികളാ പറയുന്നത്. അവരെങ്ങോട്ടാ പോകുന്നത്? ഈ വിശുദ്ധ വചനത്തിൻ്റെ സംസ്ഥാപനത്തിനു വേണ്ടി ഐതിഹാസികമായ പോരാട്ടത്തിന് പോവുകയാണ്. മദീനയിൽ നിന്നാ പോകുന്നത്. മദീനയിലേക്ക് അവരെന്തിനാ പോയത്? മക്കയിൽ നിന്നും ഈ കലിമത്തിൻ്റെ ഒറ്റ കാര്യത്തിന് വേണ്ടിയാ പോയത്. ഏതാണ് ഈ കലിമത്ത് ആവശ്യപ്പെടുന്ന കാര്യം? പടച്ച തമ്പുരാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ദുആ ചെയ്യാവൂ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ, അവനെയാണ് അവലംബിക്കാവൂ, അവനിലല്ലാതെ പ്രതീക്ഷ വെക്കരുത് എന്ന ഒറ്റ കാര്യമാണ് ഈ കലിമത്തു തൗഹീദ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് നാട് വിടേണ്ടി വന്നത്. അതിനെതിരിലുള്ള ആളുകളോടുള്ള പോരാട്ടത്തിനാണ് അവിടെ ചെന്ന് 8 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഹുനൈനിലേക്ക് പോകുന്നത്. ആ യാത്രവേളയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്നത്, പ്രവാചകരെ, ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാ, വാളുകൾ തൂക്കി അമ്പുകൾ തൂക്കി ബറക്കത്തെടുക്കുന്ന ഒരു മരം നിശ്ചയിച്ച് തരണം അവർക്കുള്ളതുപോലെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ കൊടുത്ത മറുപടി, ഇത് തന്നെയാണ് നിങ്ങളുടെ മുൻപുള്ള ആളുകളുടെ നിലപാടും. മുമ്പ് ഇതേപോലെ തന്നെ സംഭവം നടന്നു. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജാവും ആളുകളും ഖിബ്തി വംശജരായ അവരെല്ലാവരും മൂസാ നബിയെയും കൂടെയുള്ള മുസ്ലിങ്ങളെയും ഇസ്രായേലികളെയും പൂർണ്ണമായി തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ച സന്ദർഭം അവർക്കുമുണ്ടായി. ഇതേപോലെ തന്നെ ഒരു ഐതിഹാസികമായ ഒരു ഹിജ്റ. ഖിബ്തികളായ ആളുകൾ കലീമുല്ലാഹി മൂസാ നബിയെയും കൂടെയുള്ള മുസ്ലിങ്ങളെയും, കൂടെയുള്ളത് മുശ്രിക്കുകളല്ല, മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളെയും നാട്ടിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ അവർ തീരുമാനിച്ചു. മൂസാ നബിയുടെ ദഅവത്ത് അവർ അംഗീകരിച്ചില്ല. പല നിലയിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൽ നിന്നും അവർക്ക് വന്നു. വഅർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ലഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്ത്. തൂഫാൻ പ്രളയം, ജറാദ് വെട്ടുകിളി, കുമ്മല് പേന്, ലഫാദിഅ തവളകൾ, ദമ രക്തം, ഇവകൾ കൊണ്ടെല്ലാം പരീക്ഷിച്ചു. ഈ പരീക്ഷണങ്ങൾ വരുമ്പോഴെല്ലാം അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, മൂസ, നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്ക്,
ഈ പ്രയാസം മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കും. പ്രയാസവും വിഷമവും മാറി സുഖകരമായ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ ഇതെല്ലാം മറക്കും. വീണ്ടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇസ്രായേലികൾക്കും എതിരിൽ അവർ പ്രതികാര നടപടികൾ സ്വീകരിക്കും. അടിമകളായി ഒരു ജനതയെ ഗണിക്കും. വീണ്ടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന മുഖേന ശിക്ഷകൾ വരും. ഇങ്ങനെ പല പല ശിക്ഷകളായിട്ടും ഇവർ അംഗീകരിക്കാതെ വന്നപ്പോൾ അള്ളാഹു പറയുന്നു, നാം അവരെ കൈകാര്യം ചെയ്തു. സൂറ അഅറാഫിൽ കാണാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മുസ്ലിങ്ങളെയും ബനു ഇസ്രായേലികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ ഈ ഖിബ്തികളെയും ഫറോവനെയും മുക്കിക്കൊല്ലുന്നത് നേരിൽ കണ്ട മുസ്ലിങ്ങൾ, അഥവാ മൂസാ നബിയോടൊപ്പമുള്ള ആളുകൾ, അവർക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഉപകാരവും അവരെ അള്ളാഹു ശത്രുവിൽ നിന്നും രക്ഷിച്ചതല്ല, നേരിട്ടറിയാം. നേരിട്ടവർ കണ്ടു മനസ്സിലാക്കിയവരാണ്. അവരങ്ങനെ രക്ഷപ്പെട്ടവരുമാണ്. മറ്റവരെ അള്ളാഹു കൈകാര്യം ചെയ്യൽ മുഖേന എങ്ങനെയാണ് മുക്കിക്കൊന്നത് എന്നൊക്കെ അവർക്കറിയാം. ആർക്ക്? ആ മുസ്ലിങ്ങൾക്ക്, ഇസ്രായേലികളായ മുസ്ലിങ്ങൾക്ക്. എന്നിട്ടോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഈ മുസ്ലിങ്ങളായ ജനത യാത്ര ചെയ്യവേ തുടർന്ന് അള്ളാഹു പറയുന്നു, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹർ. ഒരു കക്ഷിയെ നാം സമുദ്രത്തിൽ മുക്കിക്കൊന്ന് ഇസ്രായേലികളെ നാം, മുസ്ലിങ്ങളെ നാം സമുദ്രം കടത്തി വിട്ടപ്പോൾ അവരങ്ങനെ ചെങ്കടൽ മുറിച്ചു കടന്ന് നടന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം പോകുമ്പോൾ അവർ ഒരു ജനതയുടെ അരികിലൂടെ നടന്നുപോയി. യഅ്കുഫൂന അലാ അസ്നാമിൻ ലഹും. ആ ജനത അവരുടെ വിഗ്രഹങ്ങളുടെ അടുക്കൽ ഭജന ഇരിക്കുകയാണ്. എന്തൊക്കെയോ ചൊല്ലിപ്പറഞ്ഞ് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് വിഗ്രഹങ്ങളുടെ അടുക്കൽ പ്രതിഷ്ഠകളായിരിക്കുന്നവരുടെ അടുക്കലിലൂടെ ഈ ജനത നടന്നുപോയി. ആര്? മൂസാ നബിയും മുസ്ലിങ്ങളും. കാലു. ആ സമയത്ത് ഈ മുസ്ലിങ്ങൾ പറയുകയാണ്, ഇസ്രായേലികൾ പറയുകയാണ്, യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചതാ, കമാലഹും, ഈ ജനതയ്ക്കുള്ളതുപോലെ, ആലിഹ, ഈ പ്രതിഷ്ഠകളാകുന്ന ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ നിശ്ചയിച്ച് തരാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൂടെയുള്ള ഇസ്രായേലികളാകുന്ന മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് അള്ളാഹു പറയുന്നു. കാല മൂസാ നബി അതിന് കൊടുത്ത മറുപടി, ഇന്നക്കും ഖൗമുൻ തജ്ഹലു, ഇത്ര വിവരമില്ലാത്ത പൊട്ടന്മാരും മണ്ടന്മാരുമായി പോയല്ലോ മുസ്ലിങ്ങളെ നിങ്ങളെന്നാണ്. ഖിബ്തികളോടല്ല പറഞ്ഞത്, അവരെ അള്ളാഹു കൈകാര്യം ചെയ്തു. ഇതവർ നേരിട്ട് കണ്ടു. അള്ളാഹിൻ്റെ സഹായം ഇവർ നേരിട്ട് കണ്ടു. അത് അനുഭവിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പോകുന്ന വഴിയിൽ വിഗ്രഹങ്ങളുടെ അടുക്കലിരുന്ന് വഴിപാടുകളും നേർച്ചകളും ആരാധനകളും ഒക്കെ അർപ്പിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾക്കും അതുപോലെ ഒന്നാക്കിത്ത. മൂസാ നബി പറഞ്ഞു, ഇത്ര വിവരമില്ലാത്തൊരു ജനതയാണല്ലോ നിങ്ങൾ. അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫളലകും അലൽ ആലമീൻ. ലോകരിൽ വച്ച് അള്ളാഹു മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു മഹത്വം നൽകി. ആ അള്ളാഹുവിനെ അല്ലാതെ വേറൊരു ഇലാഹിനെ ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ച് തരികയോ? വൈദ് അഞ്ചാക്കും മിൻ ആലി ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളിൽ നിന്നും നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തി. യസൂമൂനക്കും സൂ അൽ അദാബ്, കഠിനമായ ശിക്ഷ അവർ നിങ്ങളെ അനുഭവിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ അവർ അടിമകളാക്കുകയായിരുന്നു. യുഖത്തിലൂന അബ്നാഅക്കും, നിങ്ങൾക്ക് ജനിക്കുന്ന ആൺമക്കളാണ് ഈ കൊന്നുകളയും. വയസ്തഹീന നിസാഅക്കും, ജനിക്കുന്ന പെൺമക്കളാണെങ്കിൽ ജീവിക്കാൻ വിടും. വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം, കഠിനമായ പരീക്ഷണത്തിലല്ലേ നിങ്ങൾ ആ ക്രൂരന്മാരുടെ നാട്ടിൽ അടിമകളായി കഴിഞ്ഞിരുന്നത്. എന്നിട്ട് നിങ്ങളെ അള്ളാഹു സഹായിച്ചു, അവരെ അള്ളാഹു ഇല്ലായ്മ ചെയ്തു. ആ നാടിൻ്റെ അനന്തരാവകാശികളായി പീഡിതരായ പാവപ്പെട്ടവരായ
ഒരു ഗതിയില്ലാത്ത നിങ്ങളെ അള്ളാഹു അവിടുത്തെ അധികാരികളാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ടും നിങ്ങൾ ആ അള്ളാഹുവിനെ വിട്ട് വേറൊരു ഇലാഹിനെ നിശ്ചയിച്ച് തരാൻ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എത്ര ബുദ്ധിശൂന്യരാണ് ജനങ്ങളെ എന്ന് കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ഇതേ വാക്ക് തന്നെ അബൂ വാഖിദുൽ ലൈഥി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന ആ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഇത് തന്നെയാണല്ലോ എൻ്റെ സഹോദരൻ മൂസയോട് അദ്ദേഹത്തിൻ്റെ ജനത ആവശ്യപ്പെട്ടത്, അതേപോലത്തെ വാക്ക് തന്നെയാണല്ലോ നിങ്ങളും ആവശ്യപ്പെടുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സഹോദരങ്ങളെ, ഹിജറ ഉണ്ടായതെല്ലാം ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അതായത് പരിശുദ്ധ കലിമത്തു തൗഹീദിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഇബ്രാഹിം നബി പോയതും മൂസ നബി പോയതും നമ്മുടെ നബി പോയതും മറ്റു സച്ചരിതരായ ആളുകൾ ഹിജറ പോയതെല്ലാം. അപ്പോൾ ആ കലിമത്തു തൗഹീദ് ജീവിതത്തിൽ മുഴുവൻ സമയങ്ങളിലും അതിന് പോറലേൽക്കാതെ അതിൻ്റെ വിശ്വാസത്തിനും അതിൻ്റെ ഫർളുകൾക്കും അതിൻ്റെ ഷർത്തുകൾക്കും അതിൻ്റെ തേട്ടത്തിനും അതിൻ്റെ ഉദ്ദേശത്തിനും വിപരീതമായ ഒരു പ്രവൃത്തിയും ഒരു വാക്കും ഒരു വിശ്വാസവും നമ്മിൽ നിന്നും ഉണ്ടായിക്കൂടാ എന്നതാണ് ഈ ഹിജറകളെല്ലാം നമുക്ക് നൽകുന്ന പാഠം. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഹജറ അവൻ ഉപേക്ഷിച്ചു, മാ നഹല്ലാഹു അൻഹു അള്ളാഹു അവനോട് നിരോധിച്ചതെന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചവനാണ് മുഹാജിർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നാടും വീടും വിട്ടു പോകുന്നവൻ മാത്രമല്ല ഇവനും മുഹാജിറ. അങ്ങനെ പോകേണ്ടി വന്നാൽ പോകാം എന്നല്ലാതെ പോകേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ നാം നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവും റസൂലും എന്തൊക്കെ നിരോധിച്ചോ അതിനെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഉപേക്ഷിക്കുക. ഇതിനാണ് ഹിജറ എന്ന് പറയുന്നത്. ഓരോ വർഷവും ഹിജറ കലണ്ടർ മാറി മാറി വരുമ്പോൾ, വർഷങ്ങൾ പുതുതായി പഴയതായി പോകുമ്പോൾ, പുതുതായി വേറെ വരുമ്പോൾ നാം കലണ്ടർ മറിച്ചിടേണ്ടതിന് പകരം ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശുദ്ധ കലിമത്തു തൗഹീദിനെതിരല്ല ഉള്ള ഏതെല്ലാം പ്രവർത്തികൾ നാം ചെയ്യുന്നുണ്ടോ, അത് സാമ്പത്തികമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും കുടുംബപരമായ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ കച്ചവട കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ രാപകലിലുള്ള മുഴുവൻ ക്രയവിക്രയ കാര്യങ്ങളിലെല്ലാം സഹോദരങ്ങളെ നാം ഒരു മുഹാജിറായി മാറണം. അങ്ങനെ മുഹാജിറായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അവർക്കൊക്കെ അള്ളാഹു നൽകിയ പോലത്തെ പ്രതിഫലം അള്ളാഹു നമുക്കും നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങൾക്കും ഹിജറയുടെ അകക്കാമ്പ് ഉൾക്കൊണ്ട് പരിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ച് അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ തേട്ടവും അതിൻ്റെ ശുദ്ധിയും അനുസരിച്ച് ജീവിക്കാൻ ഖാലിക്കായ റാസിക്കായ സൃഷ്ടാവിനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നാം ഉൾക്കൊണ്ട് അവൻ്റെ അഹ്കാമുകൾ, അവൻ്റെ വിധികൾ, അവൻ്റെ വിലക്കുകൾ എല്ലാം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കും എല്ലാ വിശ്വാസിനികൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل عليهم نبأ إبراهيم
إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പുതുവർഷത്തിലേക്ക് നാം കടന്നിരിക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയ മാസം എന്ന് പേരുള്ള ഒരു മാസമാണിത്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നന്മ കൊണ്ട് ആരംഭിക്കുക, നന്മ കൊണ്ട് അവസാനിപ്പിക്കുക എന്നത് പുണ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആദരണീയ മാസങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നു. ദുൽഖഅദയും കഴിഞ്ഞ ദുൽഹിജ്ജയും നിലവിലുള്ള നാമുള്ള മുഹറവും ജമാദിൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള റജബ് മാസവും, ഈ 4 മാസങ്ങളാണ് ആദരണീയ മാസം. അപ്പോൾ വർഷം തുടങ്ങുമ്പോൾ കൂടുതൽ പുണ്യങ്ങളുമായി നാം ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ തീർച്ചയായും ആ വർഷം മുഴുവനും നമുക്കൊരു ശുഭകരമായ പ്രതീക്ഷ വച്ചു പുലർത്താം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു സിയാം, നോമ്പ് പിടിക്കാൻ ഏറ്റവും നല്ലത് ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ ആദരണീയ മാസമായ മുഹറം മാസമാണ്, അഥവാ ഈ മാസമാണ്. അതുകൊണ്ട് കൂടുതൽ നോമ്പുകളും സൽക്കർമ്മങ്ങളും ഒക്കെ ഈ മാസത്തിൽ അനുഷ്ഠിക്കൽ പുണ്യം നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ 9-10 ദിവസങ്ങളിൽ കൂടുതൽ പ്രോത്സാഹനം നൽകി അതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞതും വരാനുള്ളതുമായ ഒരു 2 വർഷങ്ങളിലെ പാപങ്ങളെ മാപ്പാക്കുമെന്ന് പറയുകയും മുഹറത്തെ പറ്റി ചോദിച്ചപ്പോൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപം, അഥവാ നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ, അഥവാ ചെറിയ പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്നാണ് മുഹറത്തിലെ 10ൻ്റെ നോമ്പിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കയിൽ നിന്നും ഹിജറ ചെയ്ത് മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ മുഹറം 10ൻ്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, എന്താ കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? അവരതിന് കൊടുത്ത മറുപടി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും അള്ളാഹു രക്ഷിച്ചത് ഇന്നേ ദിവസത്തിലാണ്. അപ്പോൾ അതിന് നന്ദിയായിക്കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് നോമ്പനുഷ്ഠിക്കുന്നു എന്ന അന്ന് യഹൂദന്മാർ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. നബി അത് കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസയോട് കടപ്പെട്ടവനും ബന്ധപ്പെട്ടവനും ബാധ്യതയുള്ളവനും ഞാനാണ്. അനഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് കടപ്പെട്ടവൻ ഞാനാണ് എന്ന് പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് പിറ്റേ വർഷമാകുമ്പോഴേക്കും റസൂൽ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലാസൂമന്ന താസിയ, പ്രവാചകരെ, അഹ്ലു കിതാബുമായി നാം എല്ലാ വിഷയങ്ങളിലും ഒരു വിഷയങ്ങളിൽ യോജിക്കുകയില്ല എന്ന് തങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് അവരുമായി നാം സന്ധി ചേരലല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു, ഞാൻ ജീവിച്ചിരുന്നാൽ, ഇലാ ഖാബിലിൻ, അടുത്ത വർഷം, ലാസൂമന്ന താസിയ, മുഹറം 9നും ഞാൻ നോമ്പനുഷ്ഠിക്കും. പക്ഷേ നബി വഫാത്തായി, അതുവരെ ജീവിക്കാനുള്ള അവസരം കിട്ടിയില്ല. അതുകൊണ്ട് മുഹറം 9ന് നബി പിടിക്കും എന്ന് പറഞ്ഞ പ്രതീക്ഷ വച്ച നോമ്പും അഹ്ലു കിതാബിനോട് എതിരാകാനുള്ള നോമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു വീടിയ മുഹറം 10ൻ്റെ നോമ്പും താസുഅ, ആശൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 2 നോമ്പുകളും അനുഷ്ഠിക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മാത്രമല്ല ഒരു വർഷത്തിൻ്റെ ആരംഭമാണ്. അള്ളാഹുവിനോട് നോമ്പും മറ്റു സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനോട് നാം നന്മ തേടിക്കൊണ്ടിരിക്കുക. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണല്ലോ നാം ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം ലഭിക്കാനും നമുക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും എല്ലാവിധത്തിലുള്ള സമാധാനവും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീക്കിനും അതിനുള്ള അവസരത്തിനുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മുഹറം 9നും 10നും
നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. നിലവിൽ നമ്മുടെ കലണ്ടർ അനുസരിച്ച് ബുധനും വ്യാഴവുമാണ് മുഹറം 9ഉം 10ഉം നോമ്പായി കാണുന്നത്. അന്നത്തെ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുക. അള്ളാഹു കബൂലാകട്ടെ. കൂടുതൽ പിടിക്കാൻ പറ്റുന്നവർ കൂടുതൽ